ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്. നമ്മൾ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസിൽ വാത്സല്യ എന്ന് പറയുന്ന സീരീസിൽ വരുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ പേരൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് നീറ്റ് എക്സാമിനൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോകുന്നത്? അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. മിക്കവാറും ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട്, സാർ എത്ര സമയം പഠിക്കണം എന്നുള്ള കാര്യം ചോദിക്കലുണ്ട്. എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറഞ്ഞു തരാം. ഒരു 6 മന്ത്സ് സമയം ഉണ്ടെങ്കിൽ, അതായത് ഇനിയും ഉണ്ട് കേട്ടോ 6 മന്ത്സ് ടൈം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നോക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 10-ാം തീയതി വൈകുന്നേരമാണ്. ഇന്ന് കൂട്ടുകയാണെങ്കിൽ 7.5 മന്ത്സിന്റെ അടുത്ത് തന്നെ മുന്നോട്ടേക്ക് കിടക്കുന്നുണ്ട്. ഇതൊരു പ്ലസ് ടുവിൽ ഒരു എത്ര പറയാ, ഒരു 90% മേളിലൊക്കെ മാർക്കുള്ള കുട്ടികൾക്ക് ഇത്രയും സമയം കൊണ്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, ഞാൻ പറയാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് നീറ്റ്. പക്ഷേ ഈ ഒരു കുട്ടി ഇങ്ങനെ മുന്നോട്ടേക്ക് നമ്മൾ നീറ്റ് എക്സാമിനൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഡിഫറന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കുട്ടികൾ നീറ്റ് എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ഈ ലോ സ്കോർ വരിക, അതായത് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 90% മാർക്ക്, അല്ലെങ്കിൽ 80% മാർക്ക്, 70% മാർക്ക്, ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന മാർക്കാണ്. ഈ 70% 80% ഒക്കെ എല്ലാവർക്കും, അതായത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക്, അധ്വാനിക്കാത്ത കുട്ടികൾക്കും എല്ലാവർക്കും കിട്ടും ഈ പറയുന്ന മാർക്കിന് മേളിലേക്ക്. ഇതുപോലെ സ്കോർ ചെയ്ത് വന്ന കുട്ടികൾ നമ്മുടെ എൻട്രൻസിന്റെ എക്സാം എഴുതി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മാർക്ക് മേ ബി 60% ആയിരിക്കും, 50% ആയിരിക്കും, മേ ബി ഇതിനേക്കാളും താഴെ ആയിരിക്കും. 30-40%ലേക്ക് 20%ലേക്കൊക്കെ പോകുന്ന വിഷയങ്ങളും സബ്ജക്റ്റുകളും ചാപ്റ്ററുകളും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ലോ പെർഫോമൻസ് വരുന്ന, പിന്നെ നമുക്ക് ഒരുപാട് സിലബസ് പെൻഡിങ് വരിക, ചാപ്റ്റേഴ്സ് ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ഒപ്പം പഠിച്ചെത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മളും നമ്മുടെ പേരൻസും കുട്ടികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നെഗറ്റീവ് ഫീലിങ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ കുട്ടികളിൽ നടക്കുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം പേരൻസിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു എന്ന് വിചാരിക്കുക. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത, ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിന്റെ പുറത്തൊരു സങ്കടം വരും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ഗ്രീഫ് റിയാക്ഷൻ എന്നാ വിളിക്കുക. സൈക്കോളജിയിൽ വിളിക്കുന്നത് ഗ്രീഫ് റിയാക്ഷൻ എന്നാ വിളിക്കുക. ഗ്രീഫ് റിയാക്ഷന് കൃത്യമായിട്ടും 5 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ്, അഞ്ചാമത്തെ സ്റ്റേജ് എന്നുള്ള രൂപത്തിൽ 5 സ്റ്റേജുകളിൽ കൂടിയാണ് ഈ ഗ്രീഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞ സാധനം കടന്നു പോവുക. അതിൽ ഏറ്റവും ആദ്യം വരുന്ന സാധനം എന്ന് വെച്ചാൽ ഡിനയൽ ആണ്. ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇല്ല അയാൾ മരിച്ചിട്ടില്ല, ഇയാൾക്ക് കുഴപ്പം, ഇയാൾ എന്റെ കൂടെ തന്നെയുണ്ട്, ഇയാൾ തിരിച്ചു വരും, ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, നമ്മൾ ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കില്ല. രണ്ടാമത്തെ സ്റ്റേജിൽ കടന്നു പോകുന്ന സാധനം എന്ന് വെച്ചാൽ ആങ്കർ ആണ്, ദേഷ്യം വരും. നമുക്ക് ആരാണോ ആ ഒരു മരണത്തിനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലും കാരണമാകുന്നുണ്ടാവുക, അതുപോലെ അവരോട് ദേഷ്യം വരിക, ആങ്കർ വരിക എന്നുള്ളതുണ്ട്. മൂന്നാം സാധനം എന്ന് വെച്ചാൽ ബാർഗൈനിങ്. ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പാവം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെയെങ്കിലും എന്റെ കുട്ടീനെ ഒന്ന് തിരിച്ചു തരുമോ, അല്ലെങ്കിൽ എന്റെ അച്ഛനെ ഒന്ന് തിരിച്ചു തരുമോ, അമ്മേനെ ഒന്ന് തിരിച്ചു തരുമോ, നിങ്ങൾ എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഡോക്ടറായിട്ടൊക്കെ നമ്മളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ, സാർ ഒന്ന് തിരിച്ചു കൊണ്ടുപോയിത്തോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഹയർ അതോറിറ്റിന്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചി കേണ് ചോദിക്കാന്ന് അറിയില്ല. ആൾ ഓൾറെഡി മരിച്ചു എന്നറിയാം, പക്ഷെ ഈ ഒരു സ്റ്റേജുകളിൽ കൂടിയാണ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവുക. പിന്നീട് വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ്. നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സാധനം അല്ല എന്നുള്ള രൂപത്തിൽ ഒരു സങ്കടം വന്ന്, ആൻഡ് ഫൈനലി ലാസ്റ്റ് സ്റ്റേജിലാണ് അക്സെപ്റ്റൻസ് വരിക, അംഗീകരിക്കാൻ വേണ്ടി പറ്റുക. അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സാധനം വരുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഇപ്പം ഈ ബോർഡിൽ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ 5 സ്റ്റേജ് എന്താന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഇഷ്ടമല്ലാത്ത അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയല്ലേ പറയാ, അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സംഭവിക്കുക. ആ സാധനങ്ങൾ മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ വരുന്ന എത്ര സ്റ്റേജുകളാണ്, 5 സ്റ്റേജുകളാണ് വരിക. നമ്മുടെ കുട്ടീനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കാം നമുക്കൊന്ന്. നമ്മുടെ കുട്ടി ഒരു എക്സാമിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വെരി ലോ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ചലഞ്ചസ് ഒരുപാട് നേരിടുന്നുണ്ട്, കണക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഭയങ്കര ബേൺ ഔട്ട്, പണിയെടുത്ത് മടുത്ത പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് തോന്നുന്നതും ഏകദേശം ഇതേ സാധനങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. കുട്ടികൾക്ക് കുറെ ഡിനയൽ വരിക. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ കൊല്ലവും കിട്ടാറുള്ള കുട്ടികളാണ്. പ്ലസ് ടു ഒരു 95% മാർക്കുള്ള കുട്ടി, പ്ലസ് ടു മാർക്ക് 95%, മിടുക്കൻ മിടുക്കി, എൽ കെ ജി മുതൽ ടോപ്പർ, ഇങ്ങനെയല്ലേ പറയാ, എൽ കെ ജി ടു 12th ഉള്ള എല്ലാ സമയത്തും കുട്ടി എങ്ങനെയായിരിക്കും, ടോപ്പർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു എക്സാം, നല്ല ടോപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നാം റാങ്ക് സ്കൂളിലെ തന്നെ ഏറ്റവും നല്ല കുട്ടി, ടീച്ചർമാരുടെ ഏറ്റവും ഫേവറേറ്റ് കുട്ടി, അത്തരത്തിൽ പോകുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സാമിന് വന്നിട്ട് എത്രയായെന്ന് വെച്ചാൽ 50% മാർക്കായി പോയി. ആ കുട്ടീന്റെ റാങ്ക് ഒരു 30 ആയിപ്പോയി എന്ന് വിചാരിക്കുക. റാങ്ക് 30, ഒരുപാട് താഴെയൊന്നും പറയുന്നില്ല, ഒരു 30ാം റാങ്കൊക്കെ ആയിപ്പോയ കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് എന്തായിരിക്കും ശരിക്കും തോന്നുന്നുണ്ടാവുക എന്നുള്ള കാര്യം ആസ് എ പേരന്റ്, ആസ് എൻ അധ്യാപകൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ആദ്യം കുട്ടിക്ക് തോന്നുന്ന സാധനം എന്താ വെച്ചാൽ ഡിനയലാണ് തോന്നുക. ഇല്ല, സമ്മതിക്കില്ല, എനിക്കിങ്ങനെ മാർക്ക് കുറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നുണ്ടാവുക. അവർ പറയുന്നത് വെച്ചാൽ
ഇതിനെന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്. എനിക്ക് ഇങ്ങനെയൊന്നുമല്ല. ഞാനിത് അടുത്ത എക്സാം മുതൽ ഞാൻ എന്തായാലും ശരിയാക്കും. അച്ഛനോടും അമ്മയോടൊക്കെ വിളിച്ച് പറയും, "അമ്മേ, അച്ഛാ, അടുത്ത എക്സാം മുതൽ ഞാൻ എന്തായാലും ശരിയാക്കും. ഇതൊന്നും ഞാൻ ഇങ്ങനെ അല്ല." അങ്ങനെ പറയാം. ഐ ആം നോട്ട് ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനത്തെ ഒരാളെ അല്ല. എനിക്കിത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഈ സാധനം വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ സാധനം തിരിച്ചെടുക്കും എന്നുള്ള കാര്യം പറയും. എന്നിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പഠിക്കാനുള്ള വാശി കൂടും. വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം ട്ടോ. ഈ സമയത്ത് നല്ല വാശിക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ പഠിക്കും. ഉറങ്ങാതിരുന്ന് പഠിക്കും. വർത്താനം പറയാതിരുന്ന് പഠിക്കും. ഇപ്പൊ വീട്ടിലെ വാതിലൊക്കെ ക്ലോസ് ചെയ്തിരുന്നിട്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതുണ്ടാവുക. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മാർക്ക് കൂടുന്നില്ല. ആദ്യം 50% ആയിരുന്നു. ഇതുപോലെ കുറച്ച് വാശിക്കൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ ഒരു 55% ഒക്കെ ആയിട്ടുള്ളൂ. നമ്മുടെ കുട്ടി 99%ന്റെയോ അല്ലെങ്കിൽ 90%ന്റെ ഒക്കെ ആളാണ്. ഈ കുട്ടിയാണ് ഇങ്ങനെ 55% പോയി നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് എന്ത് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന സാധനമാണ് ഇതിനകത്ത് വരുന്ന ഒരു ആങ്കർ വരും. ദേഷ്യം വരും. ആരോടൊക്കെ ദേഷ്യം വരാന്ന് വെച്ചാൽ എല്ലാവരോടും. സിസ്റ്റത്തിനോട് ദേഷ്യം വരും. പേരൻസിനോട് ദേഷ്യം വരും. കൂടെ പഠിക്കുന്ന കുട്ടികളോട് ദേഷ്യം വരും. വാർഡന്മാരോട്, ബാക്കി ആൾക്കാരോട് എല്ലാത്തിനോടും ദേഷ്യം കാണിക്കാൻ തുടങ്ങും. കാരണം വെച്ചാൽ അവർ കുറച്ചും കൂടി റിയാലിറ്റി ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാണ്. ഇത് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇവർ വിചാരിച്ചതുപോലെ മാർക്ക് കൂടുന്നില്ല. വേറെ പ്രശ്നമുണ്ട്. ഈ 50, 55 സ്കോർ ചെയ്യുന്ന കുട്ടീനെ മാത്രമൊന്നുമല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയാം ഒരു 85% ഒക്കെ നീറ്റിന്റെ മോഡൽ എക്സാമുകളിൽ 85% മാർക്ക് എന്ന് പറഞ്ഞാൽ നിയർ ബൈ 600 ഒക്കെ സ്കോർ ചെയ്യുന്ന കുട്ടിക്ക് വരെ ഈ പ്രശ്നമുണ്ട്. ഇന്ന് എന്നെ ഒരു പാരന്റ് വിളിച്ചിരുന്നു. കുട്ടിയുടെ മാർക്ക് 600സിലാണ് കിടക്കുന്നത്. ആ കുട്ടിക്ക് 700 കിട്ടുന്നില്ല എന്നുള്ള രൂപത്തിൽ ആ കുട്ടി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇന്ന് പാരന്റ് എന്നോട് പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത എത്താതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആ കുട്ടി എന്തെങ്കിലും രണ്ടാമതൊരു സ്റ്റേജിൽ ആങ്കറിൽ പോകും. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. കുട്ടിയെ തന്നെ കുറ്റം പറയും. എല്ലാം എന്റെ മിസ്റ്റേക്ക് ആണ്, എന്റെ പ്രശ്നമാണ് എന്ന് പറയും. പിന്നെ അവരുടെ ടീച്ചർമാരെ കുറ്റം പറയും. ബാക്കി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പേരൻസിനെ കുറ്റം പറയും. ആ ഒരു രൂപത്തിലേക്ക് പോകുന്നുണ്ടാവും. അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബാർഗൈനിങ്ങാ. ഈ സ്റ്റേജിൽ നമ്മൾ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. പാവത്തും. കാരണം വെച്ചാല് അയ്യോ! എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ കുട്ടീടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? സാർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ? എനിക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ? ഈ ബാർഗൈനിങ് സ്റ്റേജിൽ ഇവർ ഏറ്റവും നോക്കുന്ന സാധനം കേട്ടോ. ഒരു എക്സ്ട്രാ ടിപ്പിന് നോക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു മാജിക് സംഭവിച്ചിട്ട് എനിക്ക് ഇതിന്റെ മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ശരിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി കുട്ടിക്ക് അറിയാം ഫിസിക്സ് പ്രോബ്ലം ചെയ്തിട്ടാ ചെയ്യേണ്ടത്, മാർക്ക് കൂട്ടേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രിക്ക് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ബാർഗൈനിങ് സ്റ്റേജ്. അപ്പോൾ ശരിക്കും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പാവം തോന്നുന്ന ഒരു സ്റ്റേജാണ് ഉണ്ടാവുക. തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആവൂല, കഴിയൂല, എന്നെക്കൊണ്ട് പറ്റുമോ, നിറയെ സെൽഫ് ഡൗട്ടുകൾ വരിക. അങ്ങനത്തെ ഓരോരോ സാധനങ്ങളിലേക്ക് പോവാം. ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയാ, എനിക്ക് പറ്റുന്നില്ല, സാഡ്നെസ് ആണ്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല, എൻജോയ്മെന്റ് വരാൻ വേണ്ടി പറ്റുന്നില്ല, ആരെയും ഫേസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുണ്ട്. ആൻഡ് ഫൈനലി ആണ് കുട്ടി ഇത് അക്സെപ്റ്റ് ചെയ്യുക. എന്താ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ട സാധനം എന്താ വെച്ചാൽ എൻട്രൻസ് ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. എൻട്രൻസ് ഭയങ്കര സ്ലോ പ്രോഗ്രസ് ആണ്. നമ്മൾ സ്കൂളിലെ ടോപ്പർ ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും എൻട്രൻസിന് വന്നിട്ട് ഡയറക്ട്ലി ആസ് സച്ച് ആ സാധനം അങ്ങനെ തന്നെ കിട്ടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട മുന്നോട്ട് പോകേണ്ട സാധനങ്ങൾ. ആസ് സച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. സ്കൂളിലെ പോലെ തന്നെ കിട്ടില്ല. നമുക്ക് എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എത്ര കാലത്തേക്ക് ചെയ്യണം? ലോങ് ടേമിലേക്ക് ചെയ്യണം. ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 6 മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ്ലി പണിയെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം +2ന് 90%ന്റെ മേളിൽ മാർക്ക് ഉണ്ടെങ്കിൽ വരെ 6 മന്ത്സിന്റെ മേളിലേക്ക് വർക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം കുട്ടികൾ റിയലൈസ് ചെയ്യണം. എന്താ സംഭവിക്കാന്നറിയോ രക്ഷകർത്താക്കളെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സമയം എടുക്കുന്ന സമയം കൊണ്ട്, അതായത് കുട്ടികൾ ഈ ഓരോ സ്റ്റേജിലൂടെയും കയറിയാ പോവാ. ആദ്യം ഡിനയൽ വന്ന്, ആങ്കർ വന്ന്, ബാർഗൈനിങ് വന്ന്, ഡിപ്രഷൻ വന്ന് ഇവിടെ ഈ താഴെ എത്തണം. ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ അക്സെപ്റ്റൻസിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് കുട്ടി എത്തുന്നുണ്ടാവുക. ഇതെത്താൻ വേണ്ടിയിട്ട് കുട്ടി വിൽ ടേക്ക് ഒരു 3, 4, 5 മന്ത്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഗ്രാജുവലി ഇത്രയും സമയം എടുക്കും എത്താൻ. ചില ആൾക്കാർക്കൊക്കെ ഈ അക്സെപ്റ്റൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേയും കൂടി സമയം എടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടിയുടെ പഠനം പ്രോപ്പർ ആയിരുന്നോ? ഈ 3, 4, 5 മന്ത്സ് എന്ന് പറയുന്ന ഈ സമയത്ത് കുട്ടിയുടെ പഠനം പ്രോപ്പർ ആയിരുന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ, ഞാൻ പറയുന്നത് വെച്ചാൽ കുട്ടി കുറച്ചും കൂടി സ്വന്തം സെൽഫിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മളൊരു ജൂണിലൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മെയ് വരെയാണ് ഉണ്ടാവുക. കറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമാണ് ഉണ്ടാവുക. ഈ 10 മാസത്തിലെ ഇനീഷ്യൽ 6 മന്ത്സ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ 10 മാസത്തിലുള്ള ഇനീഷ്യൽ 6 മന്ത്സ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അവിടെയാണ് നമ്മൾ ബേസിക് തിയറിയും സംഗതികളൊക്കെ എത്തിച്ചേരേണ്ട സാധനങ്ങൾ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആ സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഡിനയൽ അടിച്ച്, ആങ്കർ അടിച്ച്, ബാർഗെയിൻ ചെയ്ത്, ഡിപ്രഷനിലായി അങ്ങനെയൊക്കെ നിൽക്കുക. നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, നിങ്ങൾ ആസ് എ രക്ഷകർത്താവ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതായത്
നമ്മൾ ഈ ഓരോ സാധനങ്ങളുടെ ഈ ഡിനയലിന്റെ ഈ സ്റ്റേജില്ലേ, ഡിനയൽ എന്ന് പറഞ്ഞ സ്റ്റേജ്, സമ്മതിക്കാതിരിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് ദേഷ്യം വരുന്ന ഈ സ്റ്റേജിൽ, ആങ്കറിന്റെ ഈ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യുന്ന സ്റ്റേജില്ലേ, അതായത് എന്തെങ്കിലും ഈ ബാർഗെയിനിങ് സ്റ്റേജിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ടിപ്സ് ആട്ടോ, ഷോർട്ട് കട്ട്സ്, ടിപ്സ്, വേറെ ബുക്കുകൾ. നമ്മുടെ അഷ്റഫ് സാറൊക്കെ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ സ്റ്റേജിൽ കുട്ടികൾ പോയി പല പല ഗൈഡുകൾ വാങ്ങാൻ ശ്രമിക്കും. എന്തിനാ ഗൈഡ് സാധനങ്ങൾ അറിയോ? അവിടെ ഒരു ഈസി ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഈ ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോവാം. ആൻഡ് ഫൈൻ ദേ വിൽ ബി ഗോയിങ് ഇൻ ടു എ ഡീപ് സോറോ, അല്ലെങ്കിൽ ഒരു സങ്കടത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ദെൻ ഓൺലി ദ അക്സെപ്റ്റൻസ് കംസ്. അപ്പോൾ ആസ് എ പേരന്റ് നമ്മൾ എന്താ ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. ആസ് എ പേരന്റ് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടീനെ ഗൈഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കുട്ടീനെ അക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുപോകാം. ഈ ഒരു സ്റ്റേജിലും ഈ ഒരു സ്റ്റേജിലും ഈ ഒരു സ്റ്റേജിലും ഈ ഒരു സ്റ്റേജിലും ഒന്നും കുട്ടീനെ നിർത്തിക്കാതിരിക്കുക. അതായത് കുട്ടികൾക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറയാം, മോളെ നീ സ്കൂളിൽ ടോപ്പറായിരുന്നു, അമ്മയ്ക്കറിയാം, അച്ഛനറിയാം നീ സ്കൂളിൽ ടോപ്പറായിരുന്നു കാര്യം. പക്ഷെ ഇതൊരു പുതിയ ഗെയിമാണ്, പുതിയൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. ഇത് കുഴപ്പമില്ല മോളെ എന്നുള്ള രൂപത്തിൽ ഈ ഡെനയലിൽ നിൽക്കുന്ന കുട്ടീനെ, ആങ്കർ പിടിക്കുന്ന സമയത്ത് കുട്ടീനോട് സമാധാനമായിട്ട് നമ്മൾ സംസാരിക്കുക. അതായത് ഇങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി കടുപ്പം വരാനുണ്ട്, നീ കുറച്ചും കൂടി ട്രൈ ചെയ്താൽ മതി, ഓക്കെ ആവും എന്നുള്ള രൂപത്തിൽ സമാധാനിപ്പിച്ച് നിർത്താം. ബാർഗെയിൻ ചെയ്ത് ടിപ്സ് ഒക്കെ നിൽക്കാൻ നിൽക്കുന്നത് മാജിക്കൽ തിങ്കിങ് വരും, വിഷ്വൽ തിങ്കിങ്. അതായത് ഞാനിപ്പോൾ ഇന്ന ബുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും, ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ടാണ്, അത് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനത്തെ ഓരോരോ മാജിക്കൽ തിങ്ങാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പറഞ്ഞാൽ വെച്ചാൽ ഹോസ്റ്റലിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാം, വീട്ടിൽ പോയാൽ എനിക്ക് സമയം കിട്ടും. കിട്ടില്ലല്ലോ ശരിക്കും, കാരണം വീട്ടിൽ പോകുമ്പോൾ സമയം കുറയാണ് സാധാരണ ചെയ്യാറുള്ളത്. വീട്ടിൽ നിൽക്കുന്ന കുട്ടി നേരെ തിരിച്ചിട്ടാണ്, ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്, ഞാൻ ഹോസ്റ്റലിൽ പോയത്. മാജിക്കൽ തിങ്ങിങ്. ഒരു ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആവും എന്നുള്ളത് ഈ ബാർഗെയിനിങ്ങിൻ്റെ സ്റ്റേജാണ്. അടുത്ത സ്റ്റേജ് ഡിപ്രഷനാണ്. അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്, നമ്മുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നത്, നല്ല അടിപൊളി മക്കളായിട്ട് വരുന്നത് എപ്പോഴാണോ അവർ അക്സെപ്റ്റ് ചെയ്യുക, അവരതിനെ അംഗീകരിക്കുക, ഈ സമയം മുതലാണ്. ഇവിടെ മുതലാണ് നമ്മളുടെ പഠനത്തിന്റെ ഗ്രാഫ് മേളിലേക്ക് ഉയരാൻ വേണ്ടി പോകുന്നത്. പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കൂടി വന്നിട്ട് പിന്നെ മേളിലേക്ക് ഗ്രാഫ് അങ്ങനെ മുന്നോട്ട് കടന്നു. സോ ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ പേരന്റ്, ഇപ്പൊ എന്നെ പോലുള്ള എൻട്രൻസ് കോച്ചുമാരും ബാക്കി ആൾക്കാരും എല്ലാവർക്കും നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ എത്രയും പെട്ടെന്ന് എൻട്രൻസിന്റെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഐ വാണ്ട് ടു ടെൽ യു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ പേരൻസിനും എല്ലാവർക്കും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഭയങ്കര കാലിബറുള്ള ആൾക്കാരാണ്. എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളിൽ ഒരുപാട് പേര് എല്ലാവരും ഭയങ്കര കാലിബറുള്ള ആൾക്കാരാണ്. പക്ഷെ അവരോട് തങ്ങി നിന്ന് പോകുന്നത് ഇതുപോലത്തെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലുമാണ് അവർ തങ്ങി നിന്ന് പോവുക. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില കുട്ടികൾ വളരെ റെയർ ആയിട്ട് ഞാൻ പറയാണ്, ഞാൻ കണ്ടുവരുന്ന അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് എടുക്കുന്ന കുട്ടികളുടെ 10% കുട്ടികളോ അതിൽ താഴെയുള്ള ആളുകളോ, അത് വളരെ ചുരുക്കം ആൾക്കാരും പെട്ടെന്ന് തന്നെ ദേ വിൽ ബി സ്കോറിങ് ഹൈ മാർക്ക്, ദേ വിൽ ബി ഗെറ്റിംഗ് ഹൈ മാർക്ക്. അത് മൾട്ടിപ്പിൾ ഫാക്ടറുകളുണ്ട് ഇവർക്ക് ഹൈ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ പണ്ടേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 90% ആൾക്കാർക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 90%ന്റെ മേളിൽ ആൾക്കാർ ഇതേപോലെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സോറോയിലായിരിക്കും ഉണ്ടാവുക. അവർ ഡിനൈ ചെയ്യും, ആങ്കർ ചെയ്യും, ബാർഗെയിൻ ചെയ്യും, ഡിപ്രഷനിലായിരിക്കും, ആ സ്ഥാനത്തിലുണ്ടാവുക. ആൻഡ് ഇവിടെ അവർക്ക് എന്ത് സംഭവിക്കും വെച്ചാൽ ദേ വിൽ ലോസ് ടൈം, ഒരുപാട് സമയം നഷ്ടപ്പെടും. ഈ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ അക്സെപ്റ്റൻസ് എടുക്കുക എപ്പോഴത്തേക്കായിരിക്കും വെച്ചാൽ ഒരു ജനുവരി ആകുമ്പോഴത്തേക്കായിരിക്കും എടുക്കുക. പിന്നെ അങ്ങോട്ട് പഠിച്ചു കയറാൻ സമയം കിട്ടില്ല. സോ ആസ് ആൻ എൻട്രൻസ് കോച്ച്, ആസ് എൻട്രൻസ് സ്റ്റുഡന്റിന്റെ പേരന്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് അക്സെപ്റ്റൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ മെന്റാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതിൽ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഡോപ്പ എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മെന്റൽ വെൽബീയിങ് കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ടാവുക. എല്ലാ ദിവസവും കുട്ടികളോട് സംസാരിച്ച് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ പേരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിന്ന് കൊടുക്കുക. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയുക. ആ രൂപത്തിലേക്ക് നിന്നാൽ മതി. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാ കുട്ടികൾക്കും നേരിടാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ കൂടുതലും നല്ല മാർക്കൊക്കെ ഉള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഫെയിലായി പോകുന്നതിന്റെ ഒരു റീസൺ ഇതാണ്, അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകും എന്നുള്ളതാണ് കാര്യം. ആ ഒരു കാര്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, അംഗീകരിച്ച് കഴിയുമ്പോഴാണ് പിന്നെ അവിടുന്ന് പണിയെടുത്തിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവുക. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേജിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലൂടെയും കടന്നു പോകാതെ ആരും എന്ത് ചെയ്തിട്ടില്ല, എൻട്രൻസ് വാങ്ങിയിട്ടില്ല. ചില ആൾക്കാർക്ക് നേരെ എൻട്രൻസ് കിട്ടുക, അങ്ങനെയല്ല. ഇതേപോലെ എല്ലാ കഷ്ടപ്പാടുകളും, വൈഷമ്യങ്ങളും, സാധനങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് മാത്രമേ എല്ലാവർക്കും എൻട്രൻസ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്.
പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ കുട്ടികളോട് എന്ത് ചെയ്യാം, അത് തന്നെ പറഞ്ഞു കൊടുക്കാം. ബാക്കി എന്താണ് അഭിപ്രായം ഈ വീഡിയോനെ പറ്റി എന്നുള്ള കാര്യം ഒന്ന് പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടണം. കാരണം നിങ്ങൾ ഇടുന്ന ലൈക്കുകൾ ഉണ്ടല്ലോ, ആ ലൈക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു താഴേക്ക് കമന്റ് ഇട്ടോ. നമ്മൾ എന്ത് ചെയ്യാം, അടുത്തടുത്ത വീഡിയോയിലേക്ക്, ഇതൊരു ലോങ് വീഡിയോ സീരീസ് ആയിരിക്കും വാത്സല്യ എന്ന് പറഞ്ഞ സാധനം, പേരൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. അടുത്തടുത്ത വീഡിയോസ് വരുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി, കാണാം. സോ എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ ഡോക്ടറുടെ അക്കാഡമിക് ഡയറക്ടറാണ്. അടുത്ത മീറ്റിംഗിൽ, അടുത്ത വീഡിയോയിൽ കാണാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിർത്താം. ബൈ ബൈ, സീ യു.